വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം കഴിഞ്ഞ തവണ രാധാകൃഷ്ണൻ കിട്ടിയ ഇടത്ത് ഈ പുതിയ 10,000 വോട്ട് കൂടെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അത് ആർക്ക് അനുകൂലമായി പോകുന്നു എന്നത് ഇത്തവണത്തെ വലിയ ട്രെൻഡ് സെറ്റിംഗ് ആവാം. എനിക്ക് തോന്നുന്നു അവിടെ നിന്നുള്ള BJPയുടെയും കോൺഗ്രസിന്റെയും കണക്കെടുപ്പിൽ ഈ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന 10,000 കണക്കിപ്പെടുന്നുണ്ട്. കാരണം പുതിയതായി വോട്ട് ചെയ്യപ്പെടാൻ സമ്മതിദാനാവകാശം കിട്ടിയവരാണ്, അവർ യങ്സ്റ്റേഴ്സാണ്. അവരെ ഭരണ വിരുദ്ധ തരംഗങ്ങൾ അവരെ സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നമുക്ക് എന്തായാലും ചേലക്കര നിർണായകമാണ്. നമുക്ക് ചേലക്കരയുടെ രാഷ്ട്രീയം വിശദമായി ഓരോ പഞ്ചായത്ത് തിരിച്ചും തന്നെ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് നമുക്ക് വേഗത്തിൽ വയനാട്ടിൽ 14,70,000 വോട്ടർമാരാണ്. വയനാട് കോൺഗ്രസിന്റെ കോട്ട എന്ന് പറയുന്നു. ദേശീയ ശ്രദ്ധ ആകർഷിച്ച മത്സരമാണ്. അതായത് പ്രിയങ്ക ഗാന്ധി എന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷ, കോൺഗ്രസിന്റെ ഇനിയുള്ള കാലത്ത് ഇന്ദിരാഗാന്ധിയെ പോലെ കോൺഗ്രസിനെ നയിക്കുമെന്ന് കോൺഗ്രസ് അണികൾ പ്രതീക്ഷിക്കുന്ന, നേതാക്കൾ പ്രതീക്ഷിക്കുന്ന നേതാവിന്റെ കന്നി മത്സരം നമ്മുടെ കേരളത്തിലെ വയനാട്ടിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ ചേലക്കരയിലെ വോട്ടർ നമ്മൾ കണ്ടു. ഇത് 14 ലക്ഷമാണ് അല്ലെ? 14 ലക്ഷം. അത് മാത്രമല്ല നല്ല പോളിംഗ് പേഴ്സന്റേജ് രേഖപ്പെടുത്തുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് പലപ്പോഴും വയനാട്. ഇത്തവണത്തെ പോരാട്ടത്തിൽ അല്പം വീര്യം കൂടും. അത്ര പ്രചണ്ഡമായ പ്രചരണമായിരുന്നു ഈ മുന്നണികളുടെ ഭാഗത്തുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുലിന്റെയൊക്കെ റോഡ് ഷോയിൽ അണിനിരുന്ന 10,000-ങ്ങളുണ്ട്. അത് ദേശീയ തലത്തിലൊരു വികാരം അത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പോളിംഗ് ശതമാനം കൂടും, ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷവും കൂടും അല്ലെ? യെസ്. CV അനുമോദ് ഉണ്ട്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് വയനാടിന്റെ ഈ ദിവസങ്ങളിലെ പ്രചരണത്തെ വിശേഷിക്കുന്നത് ഒരു അസാധാരണ സാഹചര്യമായിരുന്നു. കാരണം ഇത്രയധികം VIP സാന്നിധ്യമുള്ള ഒരു ഇടമായി വയനാട് മാറിയിട്ടില്ല മുമ്പ്. രാഹുൽ ഗാന്ധിയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെല്ലാം ഇവിടെ വയനാട്ടിലായിരുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം. ഈ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഒരിക്കലും ഇത്രയും ദിവസം ക്യാമ്പ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ സഹോദരിക്ക് വേണ്ടി കൂടുതൽ ദിവസം രാഹുൽ ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി കൂടുതൽ ദിവസവും. ഇന്നത്തെ പോളിംഗ് ഡേയിൽ പോലും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ എത്ര കണ്ട് പ്രാധാന്യത്തോടെ അതിനെ കാണുന്നു എന്നതാണ്. ഒപ്പം കൃത്യമായ രാഷ്ട്രീയ മറുപടി കൊടുക്കാൻ ഇടതുപക്ഷത്തിനും BJPക്കും കഴിഞ്ഞിട്ടുണ്ട്. കാരണം കാൻഡിഡേറ്റുകളെ പൂർണ്ണമായും രാഷ്ട്രീയമായി അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്, അതാണ് വയനാടിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം. അതായിരുന്നു ഈ പോളിംഗ് ഡേയിൽ നമുക്ക് അതിന്റെ ഒരു ട്രെൻഡ് തുടക്കം മുതൽ തന്നെ പ്രതീക്ഷിക്കണോ അനുമോദ്? കാരണം വയനാട് മികച്ച പോളിംഗ് പൊതുവിൽ രേഖപ്പെടുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് ലീഗിന്റെ മേഖലകളൊക്കെ ഉണ്ട്, പൊതുവിൽ ജനാധിപത്യ പോരാട്ടത്തിൽ മാതൃക കാട്ടിയ ഇടങ്ങളുണ്ട്. അവിടേക്കൊക്കെ പോളിംഗ് ശതമാനം എങ്ങനെയൊക്കെ ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. ഗുഡ് മോർണിംഗ് സജിത്ത്, ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഞാൻ നിൽക്കുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ 141 ബൂത്തിലാണ് ഞാനിവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ മോക്ക് പോളിംഗിൻ്റെ നടപടികളൊക്കെ പൂർത്തിയാകുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ രഞ്ജിത്തും സജിത്തും സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. അവ ഇപ്പോഴും തുടരുകയാണ് വയനാട്. സ്വാഭാവികമായിട്ടും ഇത് നെഹ്റു കുടുംബത്തിലെ ഒരംഗം മത്സരിക്കുമ്പോഴുള്ള ഒരു സാഹചര്യം എന്നതിനപ്പുറം ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് അല്പം അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് തീർത്തിരിക്കുന്നത്. കന്നി അംഗത്തിൽ അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ ഒരു ഭൂരിപക്ഷം, അത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങൾ ഒന്നാക്കി ഉയർത്തുവാനുള്ള ശ്രമങ്ങളാണ് UDFന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ദേശീയ നേതാക്കളൊക്കെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിന് വരികയുണ്ടായി. അതേസമയം രാഹുൽ ഗാന്ധി പലതവണയായിട്ട് ഇവിടെ എത്തി പ്രചരണത്തിൽ ഓരോ ഘട്ടത്തിലും പ്രിയങ്കയ്ക്കൊപ്പം നിന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങളത്തേക്കാൾ കൂടുതൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വയനാട്ടിലുള്ള അടുപ്പവും സ്നേഹവും ബന്ധവും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലൊരു വൈകാരികമായിട്ടുള്ള പ്രചരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റവും നല്ല പോളിംഗ് ശതമാനങ്ങളിൽ ഉള്ള ഒരു മണ്ഡലമാണ് വയനാട്. 73, 74 എന്ന തരത്തിലേക്കൊക്കെ പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരിച്ച 2019 80% ഉയരുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ പോളിംഗ് ശതമാനം ഉണ്ടെങ്കിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം 5 ലക്ഷം എന്ന UDF സ്വപ്നം കാണുന്ന ആ സംഖ്യയിലേക്ക് എത്തും. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത്, പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യത UDFും LDFും ഒക്കെ ഒരേപോലെ തന്നെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നും സാധാരണ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന വോട്ടർമാർ, അതായത് പ്രവാസി വോട്ടുകൾ, അത് ഇത്തവണ അധികം ഉണ്ടാകുകയില്ല എന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, പ്രവാസികൾ ചാർട്ടർ ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ എത്തി പ്രചരണത്തിൽ സജീവമായി വോട്ട്
ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ വയനാട്ടിലെ മാത്രം ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും ഇതിൻ്റെ ഫലം ഏറെക്കുറെ നിശ്ചയിച്ചു എന്ന് UDF കരുതുന്ന ഒരു സാഹചര്യമായതുകൊണ്ടും ഈ പോളിംഗ് ശതമാനം മുൻപത്തെ അത്ര ഉയരാനുള്ള സാധ്യത മുന്നണികൾ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം. എന്താണെങ്കിലും ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ഈ പോളിംഗ് ബൂത്തിൽ, ഇപ്പോൾ നിലമ്പൂരിലെ പോളിംഗ് ബൂത്തിലാണെങ്കിൽ ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ. പോളിംഗ് ശതമാനത്തിൽ ഈ വലിയ തോതിലുള്ള വർധനം ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രിയങ്കയ്ക്ക് UDF സ്വപ്നം കാണുന്ന ഒരു ഭൂരിപക്ഷം നേടുമോ എന്നും നമുക്ക് പറയാനാകില്ല. 70-നും 75-നും ഇടയിലാണ് ശരാശരി പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 73, 74 എന്നൊക്കെയാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് 80-ന് മുകളിലേക്ക് ഒരു പോളിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ ലഭിക്കുന്ന ഒരു 70% പോളിംഗ് എത്താനുള്ള ഒരു സാധ്യത UDF വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവാസി വോട്ടുകളൊക്കെ നിർണായകമായ ഒരു ഘടകമാണ് ഈ ഒരു മണ്ഡലത്തിൽ. പ്രത്യേകിച്ച് ഏറനാടും, വണ്ടൂരും, നിലമ്പൂരും, തിരുവമ്പാടിയും ഒക്കെ ലീഗിൻ്റെ ശക്തമായ സാന്നിധ്യമുള്ള മേഖലകളാണ്. അവിടെയൊക്കെ പ്രവാസി വോട്ടുകളൊക്കെ കൂടുതലായിട്ട് പോൾ ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് ആദ്യം തന്നെ ഇതിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി പ്രചരണത്തിൻ്റെ ഘട്ടം മുതൽ നമുക്കറിയാം ഇവിടെ UDF-ന് ഒരു വലിയ മേൽക്കൈ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. തീർച്ചയായും കാരണം നമ്മൾ 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം, 5 ലക്ഷത്തിൽ കുറഞ്ഞൊരു ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിയെ പോലൊരു നേതാവ് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ UDF-ന്, കോൺഗ്രസിന് ചിന്തിക്കാനാവില്ല. കാരണം ലീഗിന്റെ അത്രത്തോളം അകമഴിഞ്ഞ പിന്തുണ ഇപ്പോൾ നിലമ്പൂർ മേഖലയിലൊക്കെ വലിയ ശക്തിയാണ്. അല്ലെ, അനുമോദ് പറഞ്ഞ ആ ഫാക്ടർ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം പോളിംഗ് ശതമാനം ഉയർന്നാലേ ഭൂരിപക്ഷം ഉയരുകയുള്ളൂ. പോളിംഗ് ശതമാനം ഉയരണമെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് അതിന് ഇടയാക്കും എന്ന കാര്യം സംശയമുണ്ട്. കാരണം മറ്റൊരു കാര്യമുണ്ട് സൈത്തെ, വയനാട്ടിൽ ദുരന്ത മേഖല അല്ലെ, ചില പഞ്ചായത്തുകളിലൊക്കെ വലിയ ദുരന്തം, അതിന്റെ ഒരു ആഘാതം, അവരെയൊക്കെ ദുരിതബാധിതയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക വാഹനങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് ഉയർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് രഞ്ജിത്ത്, ഈ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭ ജനറൽ ഇലക്ഷന്റെ ഒരു വേഗവും സ്പിരിറ്റും നൽകുമോ എന്നൊരു വിഷയമുണ്ട്. ഒന്നത്. 2, ഇത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രചരണം ഒരു വിഭാഗം ജനങ്ങളടക്കം അത്തരമൊരു ചിന്ത ഏറ്റെടുത്താൽ അത് സ്വാഭാവികമായും പോളിംഗിനെ ബാധിച്ചേക്കാം. കാരണം എന്തിനാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോവേണ്ടതുണ്ട്, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും ഈ പോളിംഗ് ശതമാനം ഉയർത്തുക എന്നത് കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിന്റെ ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രചരണം അവർ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ക്യാമ്പയിൻ അങ്ങനെ നടന്നിട്ടുണ്ട്. അതെങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് വയനാട്ടിൽ നിർണായകമാണ്. പോളിംഗ് ശതമാനം ഉയർന്നാൽ മാത്രമേ കോൺഗ്രസ് അവകാശപ്പെടുന്ന ഭൂരിപക്ഷത്തിലേക്ക് അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വരാൻ കഴിയുള്ളൂ. അതാണ് വയനാടിന്റെ രാഷ്ട്രീയം. നമുക്ക് വരുമ്പോൾ ഈ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും കളത്തിലില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അവർ കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞു തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം സഞ്ചരിച്ചത്. ഇപ്പോൾ നവ്യ ഹരിദാസ് ഒക്കെ ആണെങ്കിൽ പോലും വലിയ പ്രചരണം നടത്തിയിരുന്നു. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ മത്സരിച്ച, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച ഒരു മണ്ഡലം കൂടിയാണെന്നത് കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ അവർ 2 സ്ഥാനാർത്ഥികളും, സത്യൻ മൊകേരിയും അവിടെ സുപരിചിതനാണ്. അപ്പോൾ ഈ പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷത്തിൽ എത്തിക്കാൻ പോളിംഗ് ശതമാനത്തിനൊപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു UDF? അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക. ഇവിടെ കഴിഞ്ഞ തവണ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം, നമ്മൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴൊക്കെ തന്നെ ഓരോ പ്രചരണത്തിലും നേരിട്ട് കണ്ട ഒരു സാഹചര്യം വ്യത്യസ്തമായത് വനിതകളുടെ ഒരു സാന്നിധ്യമാണ്. പ്രിയങ്കയെ കാണാനും കേൾക്കാനും ഒക്കെ വയനാട്ടിലുടനീളം സ്ത്രീകൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ സ്ത്രീകൾ ആ കാത്തു നിന്നതുപോലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാനും കാത്തു നിൽക്കുകയാണെങ്കിൽ അത് UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി പ്രത്യേകം മഹിളാ സംഘങ്ങളെ, അതായത് വനിതാ കോൺഗ്രസിന്റെയും വനിതാ ലീഗിന്റെയും ഒക്കെ പ്രവർത്തകർ മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ വ്യത്യസ്തമായി കൂടുതൽ കളത്തിലിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ ഓരോ മേഖലയിലും ചെന്ന് അവരുടെ ക്യാമ്പയിനിങ്ങിന്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ കുടുംബയോഗങ്ങളായിട്ടും വനിതകളുടെ ഒരു സാന്നിധ്യം പ്രചരണ രംഗത്ത് കൂടുതലായിട്ടുണ്ടാകുന്നത്. ആ ഒരു ഇമ്പാക്റ്റ് എങ്ങനെ പോളിംഗിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ വോട്ട് ചെയ്യാൻ വൈകുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ മടി കാണിക്കുന്ന സ്ത്രീകൾ കൂടുതലായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് UDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാകും. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് 2 വിഷയങ്ങൾ, ഒന്ന് ഇവിടെ വയനാടിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യം, ഒന്ന് ദുരന്തമുഖത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ, രണ്ടാമതായിട്ട് ഇത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രചാരണം. ഇത് രണ്ടും വലിയ തോതിൽ തന്നെ ഘടകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. മറുവശത്താകട്ടെ സ്ഥാനാർത്ഥികളുടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൗതുകം തോന്നുന്നൊരു കാര്യം,
നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇവിടെ 16 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ സ്ഥാനാർത്ഥികൾ നമുക്ക് കാണാൻ സാധിക്കും. ഉത്തർപ്രദേശിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, അതേ സേലത്ത് നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, അങ്ങനെ 10ഓളം സ്ഥാനാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കുന്നു എന്ന ആ ഒരു പ്രചാരണം, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു സ്ഥാനാർത്ഥിത്വം സമർപ്പിച്ചത് വേണം നമുക്ക് കാണുവാൻ. വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ളവരൊക്കെ വയനാട്ടിലെത്തി മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച ഒരാളാണ് താനെന്ന് അവകാശപ്പെടാൻ അത്തരത്തിലുള്ള സാഹചര്യം